ഓം ശാന്തി. 28/8/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം ആത്മാവിൽ പ്രകാശം നിറയും. ജ്ഞാനവാനായ തിളക്കമുള്ള ആത്മാവായി മാറും. ചോദ്യം: എങ്ങനെയുള്ള കുട്ടികളെയാണ് മായയ്ക്ക് അല്പം പോലും ബുദ്ധിമുട്ടിക്കാൻ സാധിക്കാത്തത്? ഉത്തരം: ആരാണോ പക്ക യോഗികൾ, യോഗബലത്തിലൂടെ തന്റെ സർവ കർമ്മേന്ദ്രിയങ്ങളെയും ശീതളമാക്കി മാറ്റിയത്, യോഗത്തിൽ തന്നെ ഇരിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യുന്നത്, അവരെ മായയ്ക്ക് അല്പം പോലും ബുദ്ധിമുട്ടിക്കാൻ സാധിക്കില്ല. യോഗ്യരായി മാറാൻ പവിത്രതയാണ് ആദ്യം വേണ്ടത്. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾക്ക് അച്ഛനിരുന്ന് മനസ്സിലാക്കി തരികയാണ്. അജ്ഞാനത്താൽ നിങ്ങൾ ആത്മാവ് ഇരുണ്ടുപോയി. വജ്രത്തിന് തിളക്കമുണ്ടാകും, എന്നാൽ കല്ലിന് ആ തിളക്കമുണ്ടാകില്ല. അതിനാലാണ് പറയുന്നത് കല്ലുപോലെ കറുത്തതായി. പിന്നീട് ഉണരുമ്പോൾ പറയും പവിഴമണി പോലെയുണ്ട്. ഇപ്പോൾ അജ്ഞാനത്താൽ ആത്മജ്യോതി അണയാറായി, കറുത്തിട്ടില്ല. ഇങ്ങനെ പേര് വെച്ചിരിക്കുന്നു എന്ന് മാത്രം. എല്ലാവരുടെയും ആത്മാവ് ഒരുപോലെയാണ്. ശരീരം കറുത്തതും വ്യത്യസ്ത നിറത്തിലുമുള്ളതും ആയിരിക്കും. ആഫ്രിക്കയിലുള്ളവർ എത്രത്തോളം കറുത്തവരാണ്. ശരീരത്തിന്റെ നിർമ്മിതി അനേക പ്രകാരത്തിൽ ഉണ്ടാകുന്നു. ആത്മാവ് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ആത്മാക്കളാണ്, ബാബയുടെ കുട്ടികളാണ്. ഈ മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരുന്നു. പിന്നീട് പതുക്കെ പതുക്കെ അത് ഇല്ലാതായി. ഇല്ലാതായി അവസാനം ഒന്നുമില്ലാതാകുമ്പോൾ അതിനെ അജ്ഞാനം എന്ന് പറയും. നിങ്ങളും അജ്ഞാനികളായിരുന്നു. ഇപ്പോൾ ജ്ഞാനസാഗരനിലൂടെ ജ്ഞാനികളായി മാറുന്നു. അപ്പോഴാണ് ഉണരുന്നത്. ഓരോ വീട്ടിലും പ്രകാശം ഉണ്ടാകുന്നു. ഇപ്പോൾ ഓരോ വീട്ടിലും അന്ധകാരമാണ്. അർത്ഥം, ആത്മാവിലെ പ്രകാശം അണയാറായിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പ്രകാശം ഉണ്ടാകും. പിന്നീട് നിങ്ങൾ ജ്ഞാനവാനായി മാറും. ബാബ ആരുടെയും ഗ്ലാനി ചെയ്യുന്നില്ല. ബാബ ഡ്രാമയുടെ രഹസ്യം മനസ്സിലാക്കി തരികയാണ്. എല്ലാവരും ബുദ്ധിയില്ലാത്തവരായി മാറി എന്ന് കുട്ടികളെ പറയാറുണ്ടല്ലോ. ആരാണ് പറയുന്നത്? അച്ഛൻ. കുട്ടികളെ, ശ്രീമതം അനുസരിച്ചപ്പോൾ നിങ്ങളുടേത് എത്ര സുന്ദരമായ ബുദ്ധിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവമാകുന്നില്ലേ? നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനത്തെ പഠിപ്പ് എന്നാണ് പറയാറ്. ബാബയുടെ പഠിപ്പിലൂടെ നമ്മുടെ ജ്യോതി തെളിഞ്ഞു. ഇതിനെയാണ് സത്യമായ ദീപാവലി എന്ന് പറയുന്നത്. കുട്ടിക്കാലത്ത് മണ്ണുകൊണ്ട് വിളക്കുണ്ടാക്കി അതിൽ എണ്ണയൊഴിച്ച് ദീപം തെളിയിക്കുമായിരുന്നു. ആ ആചാരം നടന്നുവരുന്നു. അതിലൂടെ ദീപാവലി ഉണ്ടാകുന്നില്ല. കാരണം ഇവിടെ ഉള്ളിലെ ആത്മാവ് അണയാറായിരിക്കുന്നു. ആത്മജ്യോതിയാണ് ബാബ വന്ന് തെളിയിക്കുന്നത്. വന്ന് കുട്ടികൾക്ക് ജ്ഞാനം നൽകുന്നു, പഠിപ്പിക്കുന്നു. സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കാറില്ലേ? അത് പരിധിയുള്ള അറിവാണ്. ഇത് പരിധിയില്ലാത്ത അറിവാണ്. എന്താ, ഏതെങ്കിലും സാധു സന്യാസിമാർക്ക് പഠിപ്പിക്കാൻ കഴിയുമോ? രചയിതാവിന്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിന്റെയും ജ്ഞാനം എപ്പോഴാണ് കേട്ടിട്ടുള്ളത്? എപ്പോഴെങ്കിലും ആരെങ്കിലും വന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഈ ജ്ഞാനം പഠിപ്പിക്കുന്നുണ്ടോ എന്നൊന്ന് പോയി നോക്കൂ. കേവലം ഒരു ബാബ മാത്രമാണ് പഠിപ്പിക്കുന്നത്. അതിനാൽ ബാബയിൽ നിന്ന് പഠിക്കണം.
ബാബ അനായാസം വരുന്നു. ഞാൻ വരികയാണ് എന്ന് പറഞ്ഞ് പെരുമ്പറയൊന്നും മുഴക്കുന്നില്ല. അനായാസമായി വന്ന് പ്രവേശിക്കുന്നു. ബാബയ്ക്ക് കർമ്മേന്ദ്രിയങ്ങൾ ലഭിക്കുന്നതുവരെ ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. ആത്മാവിനും കർമ്മേന്ദ്രിയങ്ങൾ ലഭിക്കുന്നതുവരെ ശബ്ദിക്കാൻ സാധിക്കില്ല. എപ്പോഴാണോ ശരീരത്തിലേക്ക് വരുന്നത് അപ്പോഴാണ് ശബ്ദമുണ്ടാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആരും അംഗീകരിക്കില്ല. കുട്ടികൾക്ക് എപ്പോഴാണോ ഈ ജ്ഞാനം ലഭിക്കുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ ജ്ഞാനം ഒരേ ഒരു ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. വിനാശത്തിന്റെ സാക്ഷാത്കാരം കാണണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇത് ബാബയാണ് വന്ന് കാണിച്ചു തരുന്നത്. ഡ്രാമ അനുസരിച്ച് ഇപ്പോൾ പഴയ ലോകം അവസാനിക്കണം. പുതിയ ലോകത്തിന്റെ സ്ഥാപന ഉണ്ടാവുകയാണ്. ബാബയിൽ നിന്ന് ജ്ഞാനമെടുക്കേണ്ടത് ആർക്കെല്ലാമാണോ അവർ വന്നുകൊണ്ടിരിക്കും. എത്ര പേർക്ക് ജ്ഞാനം നൽകിയിട്ടുണ്ടാകും? എണ്ണാൻ പറ്റാത്ത എത്രയും. ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് എത്ര പേരാണ് വരുന്നത്? ആത്മാക്കളുടെയും പരമാത്മാവിന്റെയും ഈ മിലനം ഒരു തവണ മാത്രമാണ് നടക്കുന്നത്. സംഗമയുഗത്തിലാണ് വരുന്നത്. ബാബ വന്ന് പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്. ആരുടെയെല്ലാം ജ്യോതി തെളിഞ്ഞുവോ അവരെല്ലാം പോയി മറ്റുള്ളവരുടെ ജ്യോതി തെളിയിക്കും. ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും തിരിച്ചു പോകണം. ഇതിൽ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഭക്തിമാർഗത്തിലാണെങ്കിൽ അന്ധകാരമാണ്. ജ്ഞാനം നൽകാൻ ഒരേ ഒരു ബാബ വേണം. ബാബ വരുന്നത് തന്നെ സംഗമത്തിലാണ്. പഴയ ലോകത്തിൽ ജ്ഞാനം ലഭിക്കുക സാധ്യമല്ല. മനുഷ്യർ കരുതുന്നത് ഇനിയും 40,000 വർഷങ്ങൾ ബാക്കിയുണ്ടെന്നാണ്. ഘോര അന്ധകാരത്തിലാണ്. 40,000 വർഷങ്ങൾക്ക് ശേഷം ഭഗവാൻ വരും എന്നാണ് അവർ വിചാരിക്കുന്നത്. തീർച്ചയായും വന്ന് ജ്ഞാനം തന്ന് സദ്ഗതി നൽകും എന്ന് കരുതുന്നുവെങ്കിൽ അവർ അജ്ഞാനത്തിലല്ലേ? ഇതിനെ അജ്ഞാനത്തിന്റെ അന്ധകാരം എന്നാണ് പറയുന്നത്. അജ്ഞാനികൾക്ക് ജ്ഞാനം വേണം. ഭക്തിയെ ജ്ഞാനം എന്ന് പറയില്ല. ആത്മാവിൽ ജ്ഞാനമില്ല. പക്ഷെ ബുദ്ധി ഡള്ളായതിനാൽ ഭക്തി തന്നെയാണ് ജ്ഞാനം എന്ന് കരുതുന്നു. ജ്ഞാനസൂര്യൻ പ്രകടമായാൽ പ്രകാശം ലഭിക്കും എന്ന് ഒരു ഭാഗത്ത് പറയുന്നു. പക്ഷെ ഒന്നും മനസ്സിലാക്കുന്നില്ല. ജ്ഞാനസൂര്യൻ പ്രകടമായി എന്ന് പാടുന്നു. ആരെയാണ് ജ്ഞാനസൂര്യൻ എന്ന് പറയുന്നത്? എപ്പോഴാണ് വന്നത്? ഇത് ആർക്കും അറിയില്ല. എപ്പോൾ കലിയുഗം പൂർത്തിയാകുന്നുവോ അപ്പോൾ പ്രകാശമുണ്ടാകും എന്ന് പണ്ഡിതർ പറയുന്നു. ഈ മുഴുവൻ കാര്യങ്ങളും ബാബയാണ് വന്ന് മനസ്സിലാക്കി തരുന്നത്. ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നു. എല്ലാവരും ഒരുപോലെ പഠിക്കില്ല. പഠിപ്പിൽ ഒരിക്കലും എല്ലാവരും ഒരേ മാർക്ക് വാങ്ങില്ല. നിങ്ങൾക്കറിയാം, പരിധിയില്ലാത്ത ബാബ വന്നിരിക്കുന്നു. ഇപ്പോൾ പഴയ ലോകത്തിന്റെ വിനാശവും മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ബാബയിൽ നിന്ന് ജ്ഞാനമെടുക്കണം. മാത്രമല്ല യോഗവും പഠിക്കണം. ഓർമ്മയിലൂടെയേ വികർമ്മം വിനാശമാകൂ. ബാബ പറയുന്നു, ഈ സംഗമത്തിലാണ് ഞാൻ വന്ന് ഈ ശരീരത്തിന്റെ ലോൺ എടുക്കുന്നത്. അർത്ഥം പ്രകൃതിയുടെ ആധാരം എടുക്കുന്നു. ഗീതയിലും ഈ വാക്കുകളുണ്ട്. ബാക്കി ഒരു ശാസ്ത്രത്തിന്റെയും പേര് ബാബ പറയുന്നില്ല. ഒരേ ഒരു ഗീതയേ ഉള്ളൂ. ഇതാണ് രാജയോഗത്തിന്റെ പഠിപ്പ്. പേര് ഗീത എന്ന് വെച്ചിരിക്കുന്നു. ഇതിൽ ആദ്യം ഭഗവാനു വാച എന്നെഴുതിയിരിക്കുന്നു. ഇപ്പോൾ ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നത്? ഭഗവാൻ നിരാകാരനാണ്. അവർക്ക് സ്വന്തമായി ശരീരമില്ല. അത്
നിരാകാരികളുടെ ലോകമാണ്. അവിടെയാണ് ആത്മാക്കൾ വസിക്കുന്നത്. സൂക്ഷ്മവതനത്തെ ലോകം എന്ന് പറയില്ല. ഇത് സ്ഥൂലത്തിലുള്ള സാകാരി ലോകമാണ്. അതാണെങ്കിൽ ആത്മാക്കളുടെ ലോകമാണ്. മുഴുവൻ കളികളും ഇവിടെയാണ് നടക്കുന്നത്. നിരാകാരി ലോകത്തിൽ ആത്മാക്കളെല്ലാം എത്ര ചെറുതാണ്. പിന്നീട് പാർട്ട് അഭിനയിക്കാൻ വരുന്നു. ഈ ജ്ഞാനം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലാണ് ഉറപ്പിക്കുന്നത്. ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. വേദശാസ്ത്രങ്ങളെ ഭക്തി എന്നാണ് പറയുന്നത്, ജ്ഞാനമെന്നല്ല. നിങ്ങൾക്ക് സാധു സന്യാസിമാരുമായി അത്ര പരിചയമില്ല. എന്നാൽ ബാബ അവരുമായി അടുത്ത് ജീവിച്ചിട്ടുണ്ട്. വളരെയധികം ഗുരുക്കന്മാരുണ്ടായിരുന്നു. അവരോട് ചോദിക്കും, അങ്ങ് എന്തുകൊണ്ടാണ് സന്യാസം സ്വീകരിച്ചത്? വീട് എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത്? അവർ പറയുമായിരുന്നു, വികാരത്താൽ ബുദ്ധി ഭ്രഷ്ടമായി മാറും, അതിനാലാണ് വീടുപേക്ഷിച്ചത്. ശരി, കാട്ടിൽ ചെന്നിരുന്നാൽ വീട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വരുമോ? പറഞ്ഞു, അതെ. ബാബ കണ്ടിട്ടുണ്ട്, ഒരു സന്യാസി തിരിച്ചു തന്റെ വീട്ടിലേക്ക് തന്നെ പോയി. ഇതും ശാസ്ത്രങ്ങളിലുണ്ട്. പ്രായമാകുമ്പോഴാണ് മനുഷ്യർ വാനപ്രസ്ഥ അവസ്ഥയിലേക്ക് പോകുന്നത്. ചെറുപ്പത്തിൽ വാനപ്രസ്ഥം സ്വീകരിക്കാൻ സാധിക്കില്ല. കുംഭമേളയിൽ വളരെ ചെറിയ ചെറിയ നാഗസന്യാസിമാർ വരാറുണ്ട്. മരുന്ന് കഴിപ്പിക്കുന്നു. അതിലൂടെ കർമ്മേന്ദ്രിയങ്ങൾ ശീതളമാകുന്നു. നിങ്ങളാണെങ്കിൽ യോഗബലത്തിലൂടെ കർമ്മേന്ദ്രിയങ്ങളെ വശത്താക്കുന്നു. യോഗബലത്തിലൂടെ വശത്താക്കി അവസാനം ശീതളമാവുക തന്നെ ചെയ്യും. ചിലർ പറയുന്നു, ബാബ, മായ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. നിങ്ങൾ യോഗത്തിൽ എപ്പോൾ പക്ക ആകുന്നുവോ അപ്പോഴേ കർമ്മേന്ദ്രിയങ്ങൾ വശത്താകൂ. കർമ്മേന്ദ്രിയങ്ങൾ ശാന്തമായി മാറും. ഇതിൽ വളരെ വലിയ പരിശ്രമമുണ്ട്. അവിടെ ഇങ്ങനെയുള്ള മോശമായ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. ബാബ വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്വർഗധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ്. നിങ്ങളെ യോഗ്യരാക്കി മാറ്റുകയാണ്. മായ നിങ്ങളെ അയോഗ്യരാക്കി മാറ്റുന്നു. അർത്ഥം സ്വർഗം അഥവാ ജീവൻ മുക്തി ധാമത്തിലേക്ക് പോകുന്നതിനുള്ള നിങ്ങളുടെ യോഗ്യതയെ ഇല്ലാതാക്കുന്നു. അതിനാൽ ബാബ ഇരുന്ന് യോഗ്യരാക്കി മാറ്റുകയാണ്. അതിലാദ്യം വേണ്ടത് പവിത്രതയാണ്. പാടുന്നുണ്ട്, ബാബ, ഞങ്ങൾ പതീതമായിരിക്കുന്നു, വന്ന് ഞങ്ങളെ പാവനമാക്കൂ. പാവനമർത്ഥം പവിത്രം. അമൃതുപേക്ഷിച്ച് എന്തിന് വിഷം കുടിക്കുന്നു എന്നും പാട്ടുണ്ട്. വിഷം എന്നും അതിന് പേരുണ്ട്. അത് ആദി മധ്യ അന്ത്യം ദുഃഖം നൽകിക്കൊണ്ടിരിക്കും. ഇതും ഡ്രാമയിൽ ഉള്ളതാണ്. ബാബ എത്ര തവണ വന്നിട്ടുണ്ട്. വന്ന കുട്ടികളെ കാണുന്നു. നിങ്ങളെ കനിഷ്ഠനിൽ നിന്നും ഉത്തമ പുരുഷനാക്കി മാറ്റുന്നു. ആത്മാവ് പവിത്രമാകുമ്പോൾ ആയുസ്സും കൂടുതലായിരിക്കും. ആരോഗ്യം, സമ്പത്ത്, പിന്നെ സന്തോഷം ഇവയെല്ലാം ലഭിക്കുന്നു. ഇതും നിങ്ങൾക്ക് ബോർഡിൽ എഴുതാവുന്നതാണ്. ആരോഗ്യവും സമ്പത്തും സന്തോഷവും 21 ജന്മങ്ങളിലേക്ക് ലഭിക്കും. അതും ഒരു സെക്കൻഡിൽ. ബാബയിൽ നിന്ന് ഈ സമ്പത്ത് ലഭിക്കുന്നത് 21 ജന്മങ്ങളിലേക്കായി ആണ്. ചില കുട്ടികൾ ബോർഡ് വെക്കാനും പേടിക്കുന്നു. ബോർഡ് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകും. നിങ്ങൾ സർജന്റെ കുട്ടികളല്ലേ? നിങ്ങൾക്ക് ആരോഗ്യം, സമ്പത്ത്, സന്തോഷം എല്ലാം ലഭിക്കുന്നു. അതിനാൽ പിന്നീട് നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് നൽകൂ. നൽകാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ബോർഡിൽ എഴുതി വെച്ചുകൂടാ? ഭാരതത്തിൽ 5000 വർഷങ്ങൾക്ക് മുൻപ് ആരോഗ്യവും സമ്പത്തും പവിത്രതയും ഉണ്ടായിരുന്നു എന്നത് മനുഷ്യർ വന്ന് മനസ്സിലാക്കട്ടെ. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും സമ്പത്ത് അതും ഒരു സെക്കൻഡിൽ ലഭിക്കുന്നു.
നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് പേർ വരും. നിങ്ങളിരുന്ന് മനസ്സിലാക്കി കൊടുക്കൂ. ഇതേ ഭാരതം സ്വർണ പക്ഷി ആയിരുന്നു. ഇവരുടെ രാജ്യമുണ്ടായിരുന്നു. പിന്നീടിത് എവിടെ പോയി? 84 ജന്മങ്ങൾ ആദ്യം എടുക്കുന്നത് ബ്രഹ്മബാബയാണ്. ഇവർ തന്നെയല്ലേ നമ്പർ 1? ഇവർ തന്നെയാണ് പിന്നീട് അവസാനം വരുന്നതും. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങളുടെ 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയായി. വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട്. പരിധിയില്ലാത്ത ബാബ തന്നെയാണ് വന്ന് ഈ പദവി പ്രാപ്തമാക്കി തരുന്നത്. കേവലം പറയുന്നു, നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാവനമായി മാറും. 84 ജന്മങ്ങളെ അറിഞ്ഞ് ബാബയിൽ നിന്ന് സമ്പത്തെടുക്കണം. പക്ഷെ പഠിപ്പും ആവശ്യമാണല്ലോ. നിങ്ങളെ സ്വദർശന ചക്രധാരി എന്നാണ് പറയുന്നത്. പുതിയ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, സ്വ എന്ന് പറയുന്നത് ആത്മാവിനെയാണ്. നമ്മൾ ആത്മാക്കൾ പവിത്രമായിരുന്നു. ആരംഭം മുതൽ 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി വന്നു. ഇതും ബാബ പറയുന്നു, നിങ്ങൾ ആദ്യം ശിവന്റെ ഭക്തിയാണ് ആരംഭിച്ചത്. നിങ്ങൾ അവ്യഭിചാരി ഭക്തരായിരുന്നു. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ ആദ്യം ഈ ജന്മം എടുത്തു. ഏതെങ്കിലും ധനികനുണ്ടെങ്കിൽ പറയില്ലേ, ഇവർ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെയുള്ള കർമ്മം ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും രോഗിയാണെങ്കിൽ പറയും, കഴിഞ്ഞ ജന്മത്തിലെ കണക്കാണ്. ശരി, ഈ ലക്ഷ്മി നാരായണന്മാർ എങ്ങനെയുള്ള കർമ്മങ്ങളാണ് ചെയ്തത്? ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. ഇവരുടെ 84 ജന്മങ്ങൾ പൂർത്തിയായി. ഇനി വീണ്ടും ആദ്യ നമ്പറിൽ വരണം. ഭഗവാൻ സംഗമയുഗത്തിലാണ് വന്ന് രാജയോഗം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ നമ്മെ രാജയോഗം പഠിപ്പിക്കുകയാണ്. എന്നിട്ടും നിങ്ങൾ മറക്കുന്നു. കർമ്മം, അകർമ്മം, വികർമ്മത്തിന്റെ ഗൂഹ്യഗതിയെയും ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. രാവണ രാജ്യത്തിൽ നിങ്ങളുടെ കർമ്മങ്ങൾ വികർമ്മമായി മാറുന്നു. അവിടെ കർമ്മം അകർമ്മമായിരിക്കും. അവിടെ രാവണ രാജ്യമേ ഇല്ല. വികാരം ഉണ്ടാകില്ല. അവിടെ യോഗബലമാണ്. നമ്മൾ എപ്പോൾ യോഗബലത്തിലൂടെ വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നുവോ, അപ്പോൾ നമുക്കായി പവിത്ര ലോകം വേണം. പഴയ ലോകത്തെ അപവിത്രമെന്നും പുതിയ ലോകത്തെ പവിത്ര ലോകമെന്നും പറയും. അത് നിർവികാരി ലോകമാണ്. ഇത് വികാരി ലോകമാണ്. ബാബ തന്നെയാണ് വന്ന് വേശ്യാലയത്തെ ശിവാലയമാക്കി മാറ്റുന്നത്. സത്യയുഗമാണ് ശിവാലയം. ശിവബാബ വന്ന് നിങ്ങളെ സത്യയുഗത്തിലേക്ക് പോകാൻ യോഗ്യരാക്കി മാറ്റുകയാണ്. ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ ചെന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, നിങ്ങൾക്കറിയാമോ ഇവർ ഈ പദവി എങ്ങനെയാണ് പ്രാപ്തമാക്കിയത്? വിശ്വത്തിന്റെ അധികാരിയായി എങ്ങനെ മാറി? ബാബ പറയുന്നു, നിങ്ങൾക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്കറിയാം. അച്ഛന്റെ കുട്ടികളായ നിങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ സാധിക്കൂ. അതായത് ഇവരെങ്ങനെയാണ് ഈ പദവി പ്രാപ്തമാക്കിയത് എന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇവർ തന്നെയാണ് പൂർണമായും 84 ജന്മങ്ങൾ എടുത്തത്. പിന്നീട് പുരുഷോത്തമ സംഗമയുഗത്തിൽ വന്ന് ബാബ രാജയോഗം പഠിപ്പിച്ചു. മാത്രമല്ല രാജ്യപദവിയും നൽകി. അതിനു മുൻപ് നമ്പർ 1 പതീതമായിരുന്നു. പിന്നീട് നമ്പർ 1 പാവനമായി മാറി. മുഴുവൻ രാജധാനിയും ഉണ്ടല്ലോ. ഇവരെ രാജയോഗം പഠിപ്പിച്ചത് ആരാണ് എന്നതെല്ലാം നിങ്ങളുടെ ചിത്രങ്ങളിൽ വ്യക്തമാണ്. ഉയർന്നതിലും ഉയർന്നത് പരമാത്മാവാണ്. ദേവതകൾക്ക് പഠിപ്പിക്കാൻ സാധിക്കില്ല. ഭഗവാനാണ് പഠിപ്പിക്കുന്നത്.
അവരെയാണ് ജ്ഞാനസാഗരൻ എന്ന് പറയുന്നത്. അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ് എന്നും പറയാറുണ്ട്. ആരംഭം മുതൽ ശിവന്റെ ഭക്തി ചെയ്തത് ആരാണോ അവർക്കേ ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കൂ. ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കൂ, താങ്കൾ ഈ ക്ഷേത്രമുണ്ടാക്കി, ഇവർ എങ്ങനെയാണ് ഈ പദവി നേടിയത്? ഇവരുടെ രാജ്യം എപ്പോഴാണ് ഉണ്ടായിരുന്നത്? പിന്നീട് ഇവർ എവിടെ പോയി? ഇപ്പോൾ ഇവർ എവിടെയാണ്? നിങ്ങളുടെ 84 ജന്മങ്ങളുടെ കഥ പറഞ്ഞുകൊടുക്കൂ. അപ്പോൾ അവർ വളരെ സന്തോഷിക്കും. ചിത്രം പോക്കറ്റിൽ ഉണ്ടായിരിക്കണം. ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആരംഭം മുതൽ ആരാണോ ശിവന്റെ ഭക്തി ചെയ്തത് അവർ കേട്ടുകൊണ്ടിരിക്കും, സന്തോഷിച്ചുകൊണ്ടിരിക്കും. ഇവർ നമ്മുടെ കുലത്തിലേതാണ് എന്നത് നിങ്ങളും മനസ്സിലാക്കും. ദിനം പ്രതിദിനം ബാബ വളരെ സഹജ യുക്തികൾ പറഞ്ഞു തരുന്നു. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി, പരമപിത പരമാത്മാവ് തന്നെയാണ് സ്വർഗത്തിന്റെ സദ്ഗതി ദാതാവ്. 21 ജന്മങ്ങളിലേക്ക് സത്യയുഗത്തിലെ ചക്രവർത്തി പദവി ലഭിക്കുന്നു. 21 ജന്മങ്ങളിലേക്കുള്ള സമ്പത്ത് ഈ പഠിപ്പിലൂടെയാണ് ലഭിക്കുന്നത്. വളരെയധികം ടോപ്പിക്കുകൾ ഉണ്ട്. വേശ്യാലയം, ശിവാലയം എന്ന് എന്തിനെയാണ് പറയുന്നത്? ഈ ടോപ്പിക്കിൽ നമുക്ക് പരമപിത പരമാത്മാവിന്റെ ജീവിതകഥ പറയാൻ സാധിക്കും. ലക്ഷ്മി നാരായണന്റെ 84 ജന്മങ്ങളുടെ കഥ ഇതും ടോപ്പിക്കാണ്. വിശ്വത്തിൽ ശാന്തി എങ്ങനെയാണ് ഉണ്ടായത്? പിന്നീട് അശാന്തി എങ്ങനെ ഉണ്ടായി? ഇപ്പോൾ വീണ്ടും എങ്ങനെയാണ് ശാന്തി സ്ഥാപിക്കുന്നത്? ഇതും ടോപ്പിക്കാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. ഇപ്പോൾ ഉത്തമ പുരുഷനായി മാറുന്നതിനായി ഓർമ്മയുടെ ബലത്തിലൂടെ ആത്മാവിനെ പവിത്രമാക്കി മാറ്റണം. കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു വികർമ്മവും ചെയ്യരുത്. 2. ജ്ഞാനവാനായി മാറി ആത്മാക്കളെ ഉണർത്തുന്നതിനുള്ള സേവനം ചെയ്യണം. ആത്മാവാകുന്ന ദീപത്തിൽ ജ്ഞാനയോഗമാകുന്ന നെയ് ഒഴിക്കണം. ശ്രീമത്തിലൂടെ ബുദ്ധിയെ ശുദ്ധമാക്കി മാറ്റണം. വരദാനം: ബിന്ദു സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് മനസ്സിനെയും ബുദ്ധിയെയും നെഗറ്റീവിന്റെ പ്രഭാവത്തിൽ നിന്ന് മുക്തമാക്കുന്ന വിശേഷ ആത്മാവായി ഭവിക്കട്ടെ. എങ്ങനെയാണോ ഏതെങ്കിലും സീസന്റെ പ്രഭാവത്തിൽ നിന്ന് മുക്തമാകുന്നതിന് അതിനനുസരിച്ചുള്ള കരുതൽ വെക്കുന്നത്? മഴ വരികയാണെങ്കിൽ കുട, റെയിൻകോട്ട് എന്നിവ ധരിച്ച് പുറത്തു പോകുന്നത്. തണുപ്പ് വരികയാണെങ്കിൽ ചൂടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്. ഇതുപോലെ വർത്തമാന സമയത്ത് മനസ്സിനെയും ബുദ്ധിയെയും നെഗറ്റീവ് ഭാവം, ഭാവന ഉൽപ്പാദിപ്പിക്കുവാനുള്ള വിശേഷ കാര്യം മായ ചെയ്യുന്നുണ്ട്. അതിനാൽ വിശേഷിച്ചും സേഫ്റ്റിയുടെ സാധനം സ്വീകരിക്കൂ. ഇതിനുള്ള സഹജമായ ഉപായമാണ് ഒരേ ഒരു ബിന്ദു സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക എന്നുള്ളത്. ആശ്ചര്യം അല്ലെങ്കിൽ ചോദ്യചിഹ്നത്തിനു പകരം ബിന്ദു ഇടുക. അർത്ഥം വിശേഷാത്മാവായി തീരുക. സ്ലോഗൻ: ആരാണോ സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും ഹാജരാകുന്നത് അവരാണ് ആജ്ഞാകാരികൾ. ഓം ശാന്തി.